കേരളത്തിലും ഇന്ന് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. തൃശൂരിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. കോഴിക്കോട് വടകരയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. തോടന്നൂർ സ്വദേശി ഉഷ ആശാരിക്കണ്ടി മരിച്ചത് വീടുമുറ്റം വൃത്തിയാക്കുന്നതിനിടെ. ഷോക്കേറ്റത് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടി. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ഷൈനിയും മക്കളും മരിച്ചതിൽ നാളെ കുറ്റപത്രം നൽകും. ഭർത്താവ് നോബി ഏകപ്രതി. മുൻ കേസുകളിലെ തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി. മക്കളുമായി ഷൈനി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ നിരന്തര പീഡനത്തെ തുടർന്നെന്ന് കുറ്റപത്രം. ആത്മഹത്യയിലേക്ക് നയിച്ചത് സംഭവത്തിന് തലേന്നത്തെ ഫോൺ കോൾ. കോഴിക്കോട് പനി ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിക്ക് അമീബിക് മെനിഞ്ചൈറ്റിസ്. കോരങ്ങാട് സ്വദേശി സനൂപിന്റെ മകൾ അനയ മരിച്ചത് മിനിയാന്ന് രാത്രി. ആന്തരാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. പനി ബാധിതരായ സഹോദരങ്ങളും സഹപാഠിയും നിരീക്ഷണത്തിൽ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിലെത്താതെ ട്രംപിന്റെയും പുടിന്റെയും അലാസ്ക ചർച്ച. തീരുമാനമായില്ലെങ്കിലും ചർച്ചയിൽ പുരോഗതിയെന്ന് വിശദീകരണം. നാറ്റോ രാജ്യങ്ങളോട് ചർച്ച ചെയ്ത് തുടർ നടപടിയെന്ന് ട്രംപ്. യുക്രൈൻ സഹോദര രാജ്യമാണെന്നും പ്രശ്നം സെലസ്കിയാണെന്നും പുടിൻ. ട്രംപിന് റഷ്യയിലേക്ക് ക്ഷണം.